നമ്മുടെ കേരളത്തിലെ തന്നെ ഏറ്റവും പുരാതനമായ ഭഗവതി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തൃശ്ശൂരിലെ പാറമേക്കാവ്. മലപ്പുറം തിരുമാന്ധാംകാവിലെ അമ്മ തന്നെയാണ് പാറമേക്കാവ് ദേവി എന്നാണ് വിശ്വാസം. തൃശ്ശൂർ പൂരത്തിന്റെ നടത്തിപ്പിൽ മുഖ്യസ്ഥാനം വഹിക്കുന്ന ക്ഷേത്രത്തിന് വിശ്വാസപരമായും ഐതിഹ്യപരമായും നിരവധി പ്രത്യേകതകളാണുള്ളത്. പാറമേക്കാവ് ദേവി ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ ദൈവമേ കൈതൊഴാമേ. നൂറ്റാണ്ടുകളുടെ കാലപ്പഴക്കമുണ്ട് തൃശൂർ നഗരഹൃദയത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന പാറമേക്കാവ് ദേവീ ക്ഷേത്രത്തിന്. ഒരു കാലത്ത് വടക്കുംനാഥ ക്ഷേത്രത്തിനുള്ളിൽ ഉണ്ടായിരുന്ന ദേവീ പ്രതിഷ്ഠ പിന്നീട് ക്ഷേത്ര വിപുലീകരണത്തോടെ വടക്കുംനാഥന് കിഴക്കുവശം മതിൽക്കെട്ടിന് പുറത്ത് പുതിയ ക്ഷേത്രം നിർമ്മിച്ച് പുനഃപ്രതിഷ്ഠ നടത്തിയെന്നാണ് വിശ്വാസം. അന്ന് പാറോ മരത്തിന് ചുവട്ടിൽ ദേവീക്ഷേത്രം സ്ഥാപിച്ചതോടെ കാലക്രമേണ പാറമേക്കാവായി മാറിയെന്നും പറയപ്പെടുന്നു. നൂറ്റാണ്ടുകൾക്ക് മുൻപ് തൃശ്ശിവപേരൂർ സ്വദേശിയായ കൂർക്കഞ്ചേരി ചക്കുംചാത്ത് കുറുപ്പാൾ മലപ്പുറം ജില്ലയിലെ തിരുമാന്ധാംകുന്നിലെത്തി ക്ഷേത്ര ദർശനം നടത്തുക പതിവായിരുന്നു. പ്രായാധിക്യം മൂലം വയ്യാതായ കുറുപ്പാൾ ഒരു നാൾ ഇഷ്ടദേവതയെ തൊഴാനായി അവസാനമായി അവിടെ എത്തി. ഇനി ഒരിക്കൽ കൂടി തനിക്ക് തിരുമാന്ധാംകുന്നിലെത്താനാകില്ലെന്ന സങ്കടം പറഞ്ഞ് ദേവിയോട് പ്രാർത്ഥിച്ചു. അന്ന് കുറുപ്പാൾ തിരികെ മടങ്ങിയപ്പോൾ അദ്ദേഹത്തിന്റെ ഓലക്കുടയിൽ കുടിയിരുന്ന് തിരുമാന്ധാംകുന്നിലമ്മയും തൃശ്ശൂരിലേക്ക് എത്തിയെന്നാണ് ഐതിഹ്യം. ദേവപ്രശ്നമൊക്കെ വെച്ച് നോക്കിയപ്പോൾ ഭഗവതിയുടെ ചൈതന്യം കൂടെ വന്നിരിക്കുക എന്നുള്ളതാണ് പറഞ്ഞത്. അതറിഞ്ഞപ്പോൾ അവിടെ ഒരു പ്രതിഷ്ഠയും അതുപോലെ തന്നെ കാരണവരുടെ വീട്ടിലും ഒരു പ്രതിഷ്ഠ ചെയ്ത് പൂജിച്ചു വരികയായിരുന്നു. പിന്നെ ഏതാണ്ട് കുറച്ച് നൂറ്റാണ്ടുകൾക്ക് ശേഷം വടക്കുംനാഥ ക്ഷേത്രം വിപുലീകരിച്ചു വന്നപ്പോൾ വടക്കുംനാഥ ക്ഷേത്രത്തിൻ്റെ കിഴക്ക് വശത്തേക്ക് മാറ്റി സ്ഥാപിച്ചു എന്നുള്ളതാണ് സങ്കല്പം. വടക്കുംനാഥ ക്ഷേത്രത്തിലെത്തി ദർശനം നടത്തിയ ചക്കുംചാത്ത് കുറുപ്പാൾ ക്ഷീണം തോന്നിയപ്പോൾ മതിൽക്കകത്തെ ഇലഞ്ഞിമര ചോട്ടിലിരുന്നു. വിശ്രമിക്കുന്നതിന് മുന്നോടിയായി അവിടെ നിലത്തുവെച്ച കുട ഇളക്കിയെടുക്കാനായില്ല. കുടയിലെ ദൈവിക ചൈതന്യം തിരിച്ചറിഞ്ഞവർ അവിടെ പുതിയ ക്ഷേത്രം നിർമ്മിച്ചു. ഈ ക്ഷേത്രമാണ് പിൽക്കാലത്ത് പാറമേക്കാവ് ദേവീക്ഷേത്രമായി മാറിയതെന്നും പറയപ്പെടുന്നു. വർഷം മുൻപ് കൊച്ചി രാജാവായിരുന്ന ശക്തൻ തമ്പുരാനാണ് പാറമേക്കാവ് തിരുവമ്പാടി ക്ഷേത്രങ്ങളെ തൃശൂർ പൂരത്തിന്റെ പ്രധാന സംഘാടകരാക്കിയത്. അന്നു മുതൽ ഇന്നോളം പൂരത്തിന് പാറമേക്കാവിലമ്മ നെടുനായകത്വം വഹിച്ചു വരുന്നു. പൂരത്തിനൊപ്പം ക്ഷേത്രത്തിൽ ഒന്നിലേറെ വിശേഷ ദിവസങ്ങളും ഭക്തർ ആചരിക്കാറുണ്ട്. മീനമാസത്തിലെ രോഹിണി നാളിൽ നടക്കുന്ന പ്രതിഷ്ഠാ ദിനവും കർക്കിടക മാസത്തിൽ നടക്കുന്ന ഇല്ലംനിറ ചാന്താട്ടവും നവരാത്രി, പത്താമുദയം, വേല, മഹാശിവരാത്രി തുടങ്ങിയ ആഘോഷാചാരങ്ങളും അവയിൽ പ്രധാനപ്പെട്ടതാണ്. 41 ദിവസത്തെ കടം വരച്ചിട്ടുള്ള പാട്ടിന് ശേഷം 5 ദേശക്കാരാണ് ദേശപ്പാട്ട് നടത്തും. അത് കഴിഞ്ഞതിന് ശേഷം വേല അടിയന്തരം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം. അന്ന് ഭഗവതി തന്നോട് മൂലസ്ഥാനമായിട്ടുള്ള എളഞ്ചോട്ടിലേക്ക് പോയിട്ട് തിരിച്ചു വരുന്നുള്ളതാണ്. അത് കഴിഞ്ഞാൽ കുംഭമാസത്തിൽ അങ്കുരാതി ഉത്സവമുണ്ട്. അത് കഴിഞ്ഞാൽ മീനമാസത്തിൽ പ്രതിഷ്ഠാദിനമുണ്ട്. മേടമാസത്തിൽ പൂരമഹോത്സവമുണ്ട്. അങ്ങനെ ഇത് എല്ലാമുള്ള ഏക ക്ഷേത്രം പാറമേക്കാവാണ്. എല്ലാ ദിവസവും പുലർച്ചെ 3 മണിയോടെ നിയമവെടി മുഴക്കി ശംഖ് വിളിച്ചാണ് ക്ഷേത്രത്തിൽ 4 മണിയോടെ നട തുറക്കുന്നത്. തുടർന്ന് പ്രധാന പൂജകളും നിത്യപൂജകളും നടക്കും. വിശേഷ ദിവസങ്ങളിലെ പഞ്ചഗവ്യ അഭിഷേകത്തിനും ചുറ്റുവിളക്കിനുമൊപ്പം മേളത്തോടെയുള്ള കോമരവും ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളാണ്. ന്യൂസ് മലയാളം, തൃശൂർ.